ഹലോ എവ്രിവൺ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിൽ പെർസെൻറ്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ്. അതിനായിട്ട് നമുക്കിവിടെ കുറച്ച് മാർക്ക് ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. അതായത് 3 സബ്ജക്റ്റ് മാർക്സ് ഇവിടെ നമുക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റ് മാർക്സിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് 100 ആണ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓരോ കുട്ടിയും ഓരോ സബ്ജക്റ്റിനും സ്കോർ ചെയ്ത മാർക്കും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നതും ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു 3 സബ്ജക്റ്റിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 300ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഓരോ കുട്ടിയും നേടിയിരിക്കുന്നത് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അതിനായിട്ട് ഇവിടെ നമുക്ക് ഈക്വൽ ടു സിമ്പിൾ കൊടുക്കുക. ഈക്വൽ ടു സിമ്പിൾ കൊടുത്തിട്ട് ലഭിച്ച മാർക്കിൻ്റെ ടോട്ടൽ സെലക്ട് ചെയ്യുക. ലഭിച്ച മാർക്കിൻ്റെ ടോട്ടൽ സെലക്ട് ചെയ്ത ശേഷം സ്ലാഷ് സിമ്പിൾ, അതായത് ഡിവിഷൻ സിമ്പിൾ കൊടുത്തിട്ട് നമ്മുടെ 3 സബ്ജക്റ്റിൻ്റെയും മാക്സിമം ടോട്ടൽ എത്രയാണ് എന്നുള്ളത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് ഓരോ സബ്ജക്റ്റും 100 മാർക്സിനാണ്. സോ 3 സബ്ജക്റ്റിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് 300 ആണ്. സോ ഞാനിവിടെ 300 എൻ്റർ ചെയ്ത് കൊടുത്തു. ശേഷം എൻ്റർ അടിക്കുക. നമുക്ക് ഇതുപോലെ റിസൾട്ട് ലഭിക്കുന്നതാണ്. ഇതിനെ നമുക്ക് പെർസെൻറ്റേജിലേക്ക് മാറ്റാനായിട്ട് ഈ ഒരു പെർസെൻറ്റേജ് സിമ്പലിൽ ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് ആ ഒരു വാല്യൂ പെർസെൻറ്റേജിലേക്ക് മാറുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഡെസിമൽ പ്ലേസസ് ഇല്ലാതെയാണ് നമ്പർ ലഭിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഡെസിമൽ പ്ലേസ് ആഡ് ചെയ്യണമെങ്കിൽ ആ ഒരു വാല്യൂ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെസിമൽ പ്ലേസ് നമുക്ക് റിമൂവും ചെയ്യാവുന്നതാണ്. ശേഷം നമ്മൾ താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു മാർക്കുകളുടെയും പെർസെൻറ്റേജ്, അതായത് ഓരോ കുട്ടിയും 300-ൽ എത്ര ശതമാനം മാർക്കാണ് വാങ്ങിയത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി നമുക്ക് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്ന മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, എക്സാമ്പിൾ ഇവിടെ നമുക്ക് കുറച്ച് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. ഓരോ പ്രോഡക്റ്റിൻ്റെയും ഒറിജിനൽ പ്രൈസ് എത്രയാണ്, ആ പ്രോഡക്റ്റിന് കമ്പനി നൽകുന്ന ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്രയാണ് എന്നിവിടെ നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു 10,000-ൻ്റെ 5% എന്നത് എത്ര എന്ന് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മളിവിടെ ചെയ്യേണ്ടത് ഈക്വൽ ടു സിമ്പിൾ കൊടുക്കുക. ശേഷം ആ ഒരു എമൗണ്ട് സെലക്ട് ചെയ്യുക. എമൗണ്ട് സെലക്ട് ചെയ്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ, അതായത് സ്റ്റാർ സിമ്പിൾ കൊടുത്തിട്ട് ആ ഒരു പെർസെൻറ്റേജ് വാല്യൂ നമുക്ക് എത്ര ശതമാനം എന്ന് നൽകിയിട്ടുണ്ടോ ആ ഒരു പെർസെൻറ്റേജ് വാല്യൂ സെലക്ട് ചെയ്ത് നൽകുക. ശേഷം എൻ്റർ കൊടുക്കുക. അപ്പോൾ നമുക്ക് 10,000-ൻ്റെ 5% എന്നത് 500 എന്നിവിടെ ലഭിക്കുന്നതാണ്. താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് നമ്പേഴ്സിൻ്റെയും ആ ഒരു പെർസെൻറ്റേജ് വാല്യൂ ലഭിക്കും. ഇപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 3,500 എന്നതിൻ്റെ ഒരു 5% എത്രയാണെന്ന് കാണാനാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഈക്വൽ ടു സിമ്പിൾ കൊടുക്കുക. ശേഷം ആ ഒരു വാല്യൂ ആ ഒരു സെല്ല് സെലക്ട് ചെയ്യുക. ശേഷം ഇൻറ്റു സിമ്പിൾ കൊടുത്തിട്ട് 5% എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെർസെൻറ്റേജ് വാല്യൂ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് പെർസെൻറ്റേജ് കാണേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ കൂടെ ഉണ്ട്. അതായത് നമുക്കിവിടെ ഈ ഒരു ഒറിജിനൽ പ്രൈസും ഡിസ്കൗണ്ട് എമൗണ്ടും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത് ഒറിജിനൽ പ്രൈസിൻ്റെ എത്ര ശതമാനമാണ് എന്ന് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ട് വരാറുണ്ട്. അതിനായിട്ട് നമ്മളിവിടെ ചെയ്യേണ്ടത് ഈക്വൽ ടു സിമ്പിൾ കൊടുത്ത ശേഷം ആദ്യം ആ ഡിസ്കൗണ്ട് എമൗണ്ട്, നമ്മൾ എത്ര രൂപയാണോ ഡിസ്കൗണ്ട് നൽകുന്നത് ആ ഒരു ഡിസ്കൗണ്ട് എമൗണ്ട് സെലക്ട് ചെയ്യുക. ശേഷം സ്ലാഷ് സിമ്പിൾ, അതായത് ഡിവിഷൻ സിമ്പിൾ കൊടുത്തിട്ട് ആ ഒരു ഒറിജിനൽ എമൗണ്ട് സെലക്ട് ചെയ്ത് നൽകുക. എന്നിട്ട് എൻ്റെ ബട്ടൺ കൊടുക്കൂ. നിങ്ങൾക്ക് ആ ഒരു ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത് എത്ര ശതമാനമാണ് എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയുന്നതാണ്. സോ ഈ ഒരു ലഭിച്ചിരിക്കുന്ന വാല്യൂ പെർസെൻറ്റേജിലേക്ക് മാറ്റാനായിട്ട് ഇവിടെ പെർസെൻറ്റേജ് സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആ ഒരു പെർസെൻറ്റേജ് വാല്യൂവിലേക്ക് മാറുന്നതാണ്. ശേഷം താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ നമ്പേഴ്സിൻ്റെയും പെർസെൻറ്റേജ് അവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ ആ ഒരു ഡെസിമൽ പോയിന്റ്സ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഹോം ടാബിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെസിമൽ പ്ലേസസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് കഴിയും. സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെസിമൽ പ്ലേസസ് ഡിക്രീസ് ചെയ്യാനായിട്ടും കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയും സിറ്റുവേഷൻസിലാണ് നമുക്ക് മെയിനായിട്ട് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വരാറുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് നൽകുക. ഇനിയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. വീണ്ടും കാണാം മറ്റൊരു ടോപ്പിക്കുമായി. ടിൽ ദെൻ ബൈ ബൈ.